ഞാൻ ഇത്ര നേരം പറഞ്ഞ ക്ലാസ് ഒന്ന് സമ്മറി ആയിട്ട് വിശദീകരിക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഗിവൻ റീസൺ യുവർ ബെല്ലി ഫാറ്റ് വോണ്ട് ഗോ. അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ബെല്ലി ഫാറ്റ് പോവാതിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പോൾ എന്താണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്? നമ്മൾ സാധാരണ വെയിറ്റ് പോകുമ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യും, ബാക്കി ചെയ്യും, പക്ഷേ നമുക്ക് റിസൾട്ട് കിട്ടില്ല. പല ആളുകളും ഭക്ഷണമൊക്കെ കുറക്കും, പട്ടിണി കിടക്കും, പക്ഷേ നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ ഇൻസുലിന്റെ റോൾ വരുന്നത്. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ അതിന് ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും ശരീരം ഇൻസുലിൻ ഉത്പാദിപ്പിക്കും. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള അവസ്ഥയിലേക്ക് ശരീരം പോകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ എപ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോകാൻ വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ടൂ മച്ച് കാർബോഹൈഡ്രേറ്റ്, കൂടുതൽ അരിഭക്ഷണം ഗോതമ്പ് കഴിക്കുമ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. ഷുഗർ ഡ്രിങ്ക്സ്, കൂടുതൽ ഷുഗർ, ചായ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുക, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൂൾ ഡ്രിങ്ക്സ് കുടിക്കുക, ലേറ്റ് ആയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉണ്ടാവും ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോകും. നോ മസിൽ ആക്ടിവിറ്റി, മസിൽ ആക്റ്റീവ് ആകുന്ന ഒരു എക്സസൈസും ചെയ്യാതിരിക്കുമ്പോഴേ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും. പൂവർ സ്ലീപ്പ് ആണെങ്കിൽ നമ്മൾ ഉറക്കം വളരെ സ്ലോ ആണെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് മനസ്സിന് സ്ട്രെസ് അഥവാ ടെൻഷൻ കൂടുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ശരീരം ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോയിട്ട് ബോഡി ഫാറ്റ് കൂടും, ഹങ്കർനെസ് കൂടും, വിശപ്പ് കൂടും, അതുപോലെ തന്നെ ഷുഗറിനുള്ള ക്രാവിംഗ് കൂടും. നമുക്ക് ഒരു കുക്കുമ്പർ കഴിക്കണം അല്ലെങ്കിൽ കക്കിരി കഴിക്കണം വെച്ചാൽ അവർക്ക് അത് വേണ്ടി വരില്ല. അവർക്ക് എന്ത് ചെയ്യണം? എന്തെങ്കിലും ഷുഗർ കണ്ടിട്ട് ബേക്കറിയിൽ എന്തെങ്കിലും ചെറിയൊരു കഷ്ണം ബിസ്ക്കറ്റ് എങ്കിലും അവർക്ക് പോയിട്ട് വാങ്ങിച്ച് കഴിക്കേണ്ടി വരും. ടയർഡ് ആഫ്റ്റർ ഫുഡ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിട്ട് ഒന്ന് കിടക്കണം, ഉറങ്ങണം, പിന്നെ ചിന്ത വരും. അതുപോലെ തന്നെ വെയിറ്റ് നോട്ട് റെഡ്യൂസ്, വെയിറ്റ് കുറയാതിരിക്കുന്ന അവസ്ഥ കൂടി വരും. അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്താണ്? അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫിക്സ്ഡ് മീൽ ടൈം. നമ്മൾ ഫിക്സ്ഡ് ആയിരിക്കുന്ന മീൽ ടൈമിംഗ് ഫിക്സ് ചെയ്യാം. സമയം ഇമ്പോർട്ടന്റ് ആണ്. 3 meal plus 1 സ്നാക്സ്, 3 മീല് രാവിലെ, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, സ്നാക്സ് വേണ്ടി കഴിക്കാം. ഏർലി ഡിന്നർ, അതായത് രാത്രി കഴിക്കുന്ന ഭക്ഷണം അറ്റ്ലീസ്റ്റ് 7 മണിക്കൂർ 7:30 എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പ്രോട്ടീൻ എവരിങ്, ഏത് ഭക്ഷണം കഴിക്കും അതിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള പ്രോട്ടീൻ, ഉദാഹരണത്തിന് ഒരു കോഴിമുട്ടയോ അല്ലെങ്കിൽ ഒരു ചെറിയ ചിക്കൻ പീസോ അല്ലെങ്കിൽ 12 hours ഫാസ്റ്റിംഗ്, 12 മണിക്കൂർ ഫാസ്റ്റിംഗ്. അറ്റ്ലീസ്റ്റ് രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ 8 മണിയാകുമ്പോഴേക്കും 12 മണിക്കൂറാവും. ഓക്കെ, അപ്പോൾ 12 മണിക്കൂർ ഫാസ്റ്റിംഗ്. വാക്കിംഗ് ആകുമ്പോൾ എല്ലാ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു 5 to 10 minutes നമ്മൾ എന്ത് ചെയ്യാം, നടക്കാൻ വേണ്ടി വരും. ഓക്കെ, അതുപോലെ റെസ്റ്റോറൻറ്റ് വീട്ടിൽ തന്നെ ചെറിയ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ചെറിയ ഡബ്ബൽസ് ഉണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 minutes കുറച്ച് സമയം എന്ത് ചെയ്യാം, ഒന്ന് മസിലിനൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഫൈനലി ഗുഡ് സ്ലീപ്പ്, നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ആക്ടിവിറ്റീസ് ചെയ്യാം. അതൊക്കെ കൃത്യമായിട്ട് ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള അവസ്ഥ ഓവർകം ചെയ്യാൻ നിങ്ങളുടെ ബെല്ലി ഫാറ്റ് വളരെ ഈസി ആയിട്ട് കുറച്ച് തരാൻ പറ്റും. ഓക്കെ, താങ്ക് യു.